3 കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ വഴിയായി. പ്രളയത്തിൽ ഒഴുകിപ്പോയ പാലം വീണ്ടെടുത്ത് പുനഃസ്ഥാപിച്ച് ടീം റെസ്ക്യൂ ഫോഴ്സ് കേരള. തീക്കോയി ചാത്തപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ പ്രളയത്തിൽ ഒഴുകിപ്പോയ ഇരുമ്പ് പാലമാണ് ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയുടെ പ്രവർത്തകർ കഠിനാധ്വാനത്തിലൂടെ വീണ്ടെടുത്ത് പുനഃസ്ഥാപിച്ചത്. പ്രദേശത്തെ 3 കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായിരുന്നു ഈ പാലം. പാലം ഒഴുകിപ്പോയതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ ഈ കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാവുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയുടെ 20ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ കുത്തൊഴുക്കിൽപ്പെട്ട പാലം കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് സുരക്ഷിതമായി പൂർവ്വസ്ഥാനത്ത് തിരികെ ഉറപ്പിച്ചത്. ടീം റെസ്ക്യൂ ഫോഴ്സ് കേരള പ്രസിഡന്റ് നൌഷാദ് വെള്ളൂപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ആരിഫ് വാഴയിൽ, ട്രഷറർ മുഹമ്മദ് യാസർ എന്നിവരുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ദുരന്തമുഖങ്ങളിൽ ഉടനടി സഹായമെത്തിക്കുന്ന സംഘടനയുടെ ഈ മാതൃകാപരമായ പ്രവർത്തനം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി. ടീം റെസ്ക്യൂ ഫോഴ്സിനെ അടിയന്തര സാഹചര്യങ്ങളിൽ 9633 800 108 നമ്പറിൽ സഹായത്തിനായി ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വീട്ടിൽ നമ്മുടെ മാമായും 7ഓളം ആളുകൾ താമസിക്കുന്ന സമയത്താണ് ഇവർ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവർ രാത്രി വെള്ളം പോകുന്നതനുസരിച്ച് അങ്ങോട്ട് അല്പം മാറി നിൽക്കുകയും തൊട്ടപ്പുറത്ത് വലിയൊരു മതിലിലേക്ക് ഏണിയൊക്കെ വെച്ച് കയറി ഇരിക്കുന്ന സമയത്ത് അവരവിടെ തൊട്ട് മാറി ഉടൻ തന്നെ അതിശക്തമായ വെള്ളം വരികയും ആ മതിൽ തകർത്തുകൊണ്ട് ഈ വെള്ളം ഇതിൽ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആണ് ഞങ്ങൾ ഇവരെ കരയുന്നത്. ഞങ്ങൾ എല്ലാവരും വന്നു. അത് വീടിൻ്റെ മൊത്തം വീടിൻ്റെ ഡോറിട്ട് വാർത്ത എല്ലാം കൂടി അവിടെ പോയ വർഷമായിരുന്നു. അവിടെ ഞങ്ങൾ വന്നിട്ടാണ് ഇതിൻ്റെ ഈ ഫാമിലികളെല്ലാം കൂടി വൃത്തിയാക്കി എല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാ സർവ്വമായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ അവർക്ക് ആവശ്യമുള്ള പല സഹായങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടില്ല വലിയ ഹൈറായിപ്പോയി. അതോടൊപ്പം തന്നെ അതിനുശേഷം ഏറ്റവും വലിയ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാലം അന്ന് ഒലിച്ചുപോയ പാലമാണ്. ഇത്ര ദിവസം തന്നെ ഈ 8ഓളം ദിവസം ആറ്റിക്കിടക്കുക, ഈ ചോദ്യത്തിൽ ആറ്റിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവരിൽ കുറച്ച് സാമ്പത്തിക ഞങ്ങൾ ഒപ്പിച്ചെങ്കിൽ അത് ഈ പാലം എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് ചിലവാക്കാനുള്ള പൈസ ഇതിലേക്ക് ചിലവാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് അൽഹംദുലില്ലാ നമ്മുടെ ടീം റെസ്ക്യൂ ഫോഴ്സ് ടീമുകൾ ഇരാറ്റുപേടിൽ നിന്ന് വരികയും അവർ എങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചോളൂ. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അവർ അറിഞ്ഞപ്പോൾ തന്നെ രാവിലെ വന്നു. അതിനുശേഷം അവർ ഇതിൻ്റെ പുറകെ തന്നെ നിന്നുകൊണ്ട് വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾ ചെയ്തു തരാം, ചെയ്തിട്ട് ഞങ്ങൾ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് വരികയും അതനുസരിച്ച് ചുറ്റും പറഞ്ഞ സമയത്ത് തന്നെ അവർ വരികയും വന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്ത നന്മ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഇവരുടെ കുടുംബത്തിലും ഇവരുടെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഇനി ഇതുപോലെ സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവിധ ദുരന്തങ്ങൾക്കുള്ള അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങൾക്കും മണങ്ങൾക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്കെല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ മാമായുടെ കുടുംബത്തിന് ഇത് പുറത്തന്വേഷിക്കുകയാണെങ്കിൽ സാധാ ട്രെയിൻ വിളിക്കുന്നത് തന്നെ 1000-2000 വാടകയാണ്. ഒരു 10000 രൂപ കൊടുത്താൽ പോലും തീരാത്തൊരു വലിയ സേവനമാണ്. ഇവർ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അള്ളാഹു തആല എല്ലാ ആളുകൾക്കും